ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷംസാർട്ടി. ടുഡേ ഈസ് നല്ല സന്തോഷമുള്ള ദിവസം ബിക്കോസ് മേക്ക് ഓവറിങ് മൈ ഡെസ്ക് അഗെയിൻ. അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം, ഞാൻ 2 ആഴ്ച മുമ്പാണ് ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്തത്. പക്ഷേ ആ ഡെസ്ക് ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ആൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഡെസ്കിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു കലാപരിപാടിയും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഡെസ്കിൽ നിന്ന് നല്ല അടിപൊളി ഒരു കലാപരിപാടി ചെയ്യണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡെസ്കിൻ്റെ കോലങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു ബാറ്ററി ഉപയോഗിച്ച് വർക്കാവുന്ന ഒരു ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് ഞാൻ ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എൻ്റെ ടേബിളിലെ ലെഫ്റ്റ് സൈഡാണ് കുറച്ചുകൂടി ബോറിംഗ് ആയിട്ടുള്ളത്. പിന്നെ ആ ബോറിംഗ് കൊണ്ട് മാറ്റിയിട്ടല്ലേ കാര്യമുള്ളൂ. ഈ ഫോട്ടോയിൽ കാണിക്കണതാണ് നമ്മുടെ ഇൻസ്പോ. ഇത് പിൻട്രസ്റ്റ് തപ്പി കണ്ടുപിടിച്ചാണ് കേട്ടോ. ഇത് 3 ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കട്ടിയുള്ളതാണ് നമ്മൾ ബേസ് ആയിട്ട് വെക്കണം. ബാലൻസ് 2 റാക്ക് പോലെ അങ്ങനെ വെക്കണം. അപ്പോൾ ഈ കുത്തി വരേണൊക്കെ പ്ലാനിങ് ഉണ്ട്, എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെ. അങ്ങനെ കുറച്ചേരത്തെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം ഞാനൊരു ഇതിലങ്ങ് എത്തി. അതാണ് ഇതാ ഈ ഒരു ഇത്. പിന്നെ ഈ ഒരു ഷെൽഫ് ഉണ്ടാക്കാനുള്ള റാക്ക് ഭയങ്കര സിമ്പിളാണ്. കാർഡ്ബോർഡ്, കത്രിക, ഗമ്മ്, പേപ്പർ, ഇത് മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കാൻ. ഞാനാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ച് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ടേബിളും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളില്ല. അപ്പം ഞാൻ നേരെ നിലത്ത് അങ്ങോട്ട് ഇരുന്ന് ചെയ്തു. ചായ പിന്നെ എൻ്റെ വീക്ക്നെസ്സാണ്, അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ പണിയിലോട്ട് പോകാം. രാത്രി ആയപ്പോഴേക്കും നമ്മളെല്ലാം സെറ്റാക്കി എടുത്തു ഗൈസ്. അതേപോലെ വലിയൊരു പണിയും കിട്ടി, നിറയെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്കൊരു പേപ്പർ കപ്പ് കൊണ്ട് കിട്ടിയിരുന്നു, 1 അല്ല 2 എണ്ണം. ഇനിയിപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട പോലെ ഒട്ടിക്കണമല്ലോ, അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലൂ എടുക്കാത്തേ ഉള്ളൂ. അത് ഞാനൊരു ഗ്ലൂ ഗണ്ണൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ അതിനൊരു ബാലൻസ് ഇല്ല. പിന്നെ 2 ഓർഗനൈസർ അപ്പുറത്തും ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ട് ബാലൻസ് ആക്കി അങ്ങോട്ട് എടുത്തു. സക്സസ്ഫുള്ളി നമ്മൾ ഒട്ടിച്ചെടുത്തു. പക്ഷേ ബേസ് നോക്കൂ ഗൈസ്, ഒരുമാതിരി ചളി പിടിച്ച പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തു. അതിനും വലിയ ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതും ഓർഗനൈസർ വെച്ച് ബാലൻസ് ചെയ്തെടുത്തു. പക്ഷേ അതിന് ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഒരു ഗ്ലൂ ഗൺ സ്റ്റിക്ക് തീർന്നു. അങ്ങനെ നമ്മൾ അടുത്തത് ഒരെണ്ണം കയറ്റി കൊടുത്തു. സക്സസ്ഫുള്ളി അങ്ങനെ എല്ലാം ചെയ്തെടുത്തപ്പോഴാണ് ഒരെണ്ണം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ശരിയാക്കിയിട്ടേ കാര്യമുള്ളൂ. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു. പക്ഷെ അതിൽ നമ്മൾ ഒരെണ്ണത്തിന് മറന്നു. എന്തുകൊണ്ടാണ് മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ കവർ ചെയ്തെടുക്കുമല്ലോ, ആ ടൈമിൽ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പം തന്നെ പോയി ഉണ്ടാക്കി വന്നു, നേരെ കയറ്റി വെച്ച് നോക്കി, കറക്റ്റ് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും വെയിറ്റ് സാധനം വെച്ച് കഴിഞ്ഞാൽ ചാടുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോയി ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നല്ല തണുപ്പാണ് പുറത്ത്, അതുകൊണ്ട് നമ്മൾ ഷട്ടറൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റായി. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഡെസ്കിൻ്റെ ലുക്ക് മാറ്റാൻ ഒരേ ഒരു ഷെൽഫ് മാത്രം മതി. എനിക്കാണെങ്കിൽ ലോകം കീഴടക്കിയ സന്തോഷവും. പിന്നെ ഈ ഷെൽഫ് വെച്ച് നോക്കിയ സമയത്ത് വാൾ പോസ്റ്റേഴ്സ് 2 കാണുന്നില്ല. അതേപോലെ ഈ വാൾ ഹാങ്ങിങ് ഷെൽഫ് അത് 2 ഇങ്ങനെ താഴ്ന്നു മേന്ന് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്തെടുത്തു ഗൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു ലോഡ് സെലോ ടാപ്പ് നമ്മുടെ വാളുമ്മ ഒട്ടിച്ച് വെച്ചേക്കുന്നു. എൻ്റെ കൈ മൊത്തം നിറഞ്ഞു ഒട്ടിച്ച് വെച്ചിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറിച്ചെടുത്ത വാൾ പോസ്റ്റേഴ്സൊക്കെ ഞാൻ വേറെ സ്ഥലത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഞാശിച്ച് മോഹിച്ച് വാങ്ങിയ എൻ്റെ ലീഫ് അങ്ങോട്ട് ഒട്ടിക്കാൻ തുടങ്ങി. എത്ര ഒട്ടിച്ചിട്ടും അതങ്ങോട്ട് തൃപ്തിയാവുന്നില്ല എനിക്ക്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പെടാണ്. ഏകദേശം 1.5 മണിക്കൂർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ വെച്ച് നോക്കി. പക്ഷേ നോ വേ ഗൈസ്, അങ്ങനെ നമ്മൾ അത് എങ്ങനെയൊക്കെയോ ഞാൻ അത് എങ്ങനെയൊക്കെയോ ഒട്ടിച്ചെടുത്തു. പക്ഷേ
എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷ് ആയിട്ട് മോർണിംഗ് അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ സെല്ലോ ടപ്പ് എല്ലാം റിമൂവ് ചെയ്തെടുത്തു. വീണ്ടും ആ ലീഫൊക്കെ റിമൂവ് ചെയ്തെടുത്തു. വേസ്റ്റഡ്, അത്രേ ഉള്ളൂ. പിന്നത്തെ കൺഫ്യൂഷനായിരുന്നു ഷെൽഫ് ഇവിടെ വെക്കണോ അവിടെ വെക്കണോ എന്ന്. പിന്നെ നമ്മൾ ഷെൽഫ് അവിടെ വെക്കാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. കാരണം വാൾ പോസ്റ്റേഴ്സും എല്ലാം അവിടെ സെറ്റാക്കിയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും ഒരെണ്ണം പറഞ്ഞൊക്കെ പോന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഒട്ടിച്ചെടുത്ത്. നമ്മുടെ ചാനലിൽ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രിങ്ക് ഡിഷ് ഇപ്പോൾ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് തിരിച്ച് അതേ സ്ഥലത്ത് അങ്ങോട്ട് ഒട്ടിച്ചങ്ങ് വെച്ചു. ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പെയിൻറ്റ് നടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് ലാവൻഡർ കളറിലോട്ട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തതാണ്. കുറച്ച് കൂടിപ്പോയി, അമ്പരന്ന് പോയി ഞാൻ ആ അമ്പരപ്പം അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി കളറായിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് നല്ല അടിപൊളി 2-3 കോട്ടൊക്കെ അടിച്ചു കൊടുത്തു. 2 കോട്ട അടിച്ചു കൊടുത്തു. പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് പകുതിയെങ്കിലും സെറ്റാക്കി എടുക്കാം. ഫസ്റ്റായിട്ട് ഞാൻ നല്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മുടെ ഷെൽഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് മുകളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. മുകളിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫ്രെയിം ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയ ഫ്രെയിം. പിന്നെ ഇതൊരു ടു ഡു ലിസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഇതിൽ കാണിച്ചുള്ള പലതിൻ്റെയും വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അവിടെ കണ്ടില്ല, ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഫീലായി. അപ്പം നമ്മൾ നേരെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി പഞ്ഞി ഒട്ടിച്ചു. നമ്മൾ നേരെ താഴോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വയ്ക്കാൻ വേണ്ടി നമ്മളെടുത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ഡെസ്ക് ഡെക്കറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വെക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഡെസ്ക് ഡെക്കേഴ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പ്ലാന്റർ പോലെ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ പേപ്പർ കപ്പ് ഞാൻ നേരത്തെ കാണിച്ച 2 പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അപ്പം ആ പേപ്പർ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ സിഗ്സാഗായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഗമ്മ് തിരിച്ച് ഒട്ടിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ അങ്ങോട്ട് ഫ്ലോപ്പായി എന്ന് പറഞ്ഞിട്ട് വിട്ടെടുക്കാൻ പാടില്ല. ഞാൻ നേരെ പോയിട്ട് കുറച്ച് ത്രെഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നേരെ പേപ്പർ കപ്പിൻ്റെ താഴെ ഭാഗം മാത്രം ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രെഡ് വെച്ചെല്ലാം ചുറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് ഡിഷ് പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിനങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതിലങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, 2 ക്യാരക്ടേഴ്സും പിന്നെ കുറച്ച് സ്റ്റാർസുമാണുള്ളത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന് നമ്മൾ റാക്കിലോട്ട് കയറ്റിയിട്ട് നമ്മുടെ ബുക്സ്, അത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കുറേ ബുക്സ് ഉണ്ട്. അതുപോലെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച കുറേ ബുക്സ് ഉണ്ട്, കുറേ ഡയറി അങ്ങനെ ഇങ്ങനെ ഉണ്ട്. കുറേ ഞാൻ ഉണ്ടാക്കിയതാണ് ഉള്ളത്. അങ്ങനെ അതിലൊരു 4-5 ഞാൻ പോയിട്ട് നമ്മുടെ റാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ച് കൊടുത്തപ്പോൾ തൃപ്തിയായി. പിന്നെ ഈ കാർഡ്ബോർഡിൻ്റെ താഴെയുള്ളത് മൊത്തം ക്രാഫ്റ്റിന് ചെയ്യാനുള്ള ഐറ്റംസാണ്. പിന്നെ വെറുതെ നടക്കുന്ന സമയത്താണ് ഒരു ബ്ലേഡ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പേപ്പർ കട്ടറാണ് മനസ്സിൽ തോന്നിയത്. എന്നാൽ പിന്നെ അതിന് അങ്ങോട്ട് വലിയ പണിയൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. 2 ഐസ്ക്രീം സ്റ്റിക്ക് വേണം, അതേപോലെ തന്നെ ബ്ലേഡും വേണം. 2 നടുവിലായിട്ട് ബ്ലേഡ് വെച്ചിട്ട് ഒട്ടിക്കാം. പെട്ടെന്നുള്ള പരിപാടിക്ക് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത്, ഏത് ഗമ്മി യൂസ് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പെയിൻ്റ് അടിക്കാനുള്ള മടിയുണ്ട്. ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ടാണ്. സേഫ്റ്റിയാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ ഞാനൊരു അടപ്പും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഡെസ്ക് ഡെക്കർ. നമ്മുടെ ഷെൽഫിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഡെക്കർ. അതിന് നമുക്ക് വേണ്ടത് പഞ്ഞി തന്നെയാണ്. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ഞി വെച്ച് ഒട്ടിക്കുക. അങ്ങനെ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ വേറൊരു കാർഡ്ബോർഡിൽ നമുക്ക് ക്ലൗഡ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇനി അതും ഗമ്മ തേക്കുക, പേപ്പറിൽ ഒട്ടിക്കുക, പിന്നെ വീണ്ടും നമ്മുടെ പഞ്ഞി വെക്കുക, ഒട്ടിക്കുക. റിയലിസ്റ്റിക് ആകാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ പെയിൻറ്റ് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ പേപ്പറിലെടുത്തിട്ട് 2 കണ്ണും മൂക്കൊക്കെ വരച്ചെടുത്ത് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റ് അടിച്ചല്ലോ, അതിൻ്റെ അടയാളമാണ് ഇപ്പോൾ ഇത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ക്യൂട്ടീനെ അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ബോർഡിലോട്ട്. അതും നമ്മുടെ ഷെൽഫിൻ്റെ ഇതിലോട്ട് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ നിലത്തോട്ട് നോക്കുന്ന സമയത്താണ് ഒരുപാട് ഓർഗനൈസറും പിന്നെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ക്യാൻവാസ് ബോർഡും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഈ വലിയ കാർഡ്ബോർഡൊക്കെ എനിക്ക് വരുന്ന കിട്ടിയെന്ന് വെച്ചാൽ ഞാനൊരു പുതിയ ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേക്ക് ഓവറും ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പം ആ ടേബിൾ വാങ്ങിയ സമയത്ത് നല്ല ഉപകാരപ്പെട്ടതായിരുന്നു ഈ ഒരു കാർഡ്ബോർഡൊക്കെ. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡും കട്ടിയില്ലാത്ത കാർഡ്ബോർഡും പല തരം കാർഡ്ബോർഡ്സ് ആയിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തപ്പോഴാണ് ടേബിൾ നല്ല അടിപൊളിയായിട്ടുള്ളത്. അപ്പം നമുക്ക് അതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ആൽക്കഹോൾ മാർക്കേഴ്സും പെന്നും പെൻസിലും സ്കെയിലും കൂടിയിട്ടുള്ളൊരു ഓർഗനൈസർ, പിന്നെ കത്രിക, ഗമ്മ്, സ്റ്റാപ്ലർ, അങ്ങനെ ഒരു ഓർഗനൈസർ വെച്ചെടുത്തു. പിന്നെ കുറച്ച് പൂക്കളുണ്ട് എൻ്റെ അടുത്ത്. അപ്പം അത് ഞാൻ സ്പ്രൈറ്റിൻ്റെ ടിന്ന് വെച്ചുണ്ടാക്കിയ ഇതാണ് കേട്ടോ. ഇത് ഒരു കൊട്ട പോലത്തെ ഒരു സംഭവമാണത്. അപ്പം അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞി ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും വർക്കൗട്ടായി. സാധാരണ ക്യാൻഡിൽ ഉണ്ടാക്കിയാൽ വർക്കൗട്ട് ആവാറേ ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ പാളിപ്പോകും. പക്ഷേ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ രാത്രി കട്ട് ചെയ്ത് നൂലൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേപ്പർ കപ്പിനെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ അതെടുത്ത് പെയിൻ്റ് അടിച്ചു. പിന്നെ ഒരു ലേസ് പോലെ ഒരു സംഭവം ഞാൻ ചുറ്റി കൊടുത്തു. ഇതെന്താണെന്ന് മനസ്സിലായില്ലല്ലോ, ഒരു പൂച്ചെടി, പൂക്കൊട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ കുറേ പൂവിൻ്റെ അടുത്തുണ്ട്, ആർട്ടിഫിഷ്യൽ പൂക്കൾ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു വെച്ചു. പക്ഷേ അതിന് ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹൈറ്റിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല പിങ്കി ആയിട്ടുള്ളൊരു ഫ്ലവറും വെച്ച് കൊടുത്തു. അടിപൊളിയായി. ഇഷ്ടമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടില്ല വെച്ചാൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല, അത്രേ പറയുള്ളൂ. അപ്പോഴാണ് ഗായ്സിനെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ച് അതിൻ്റെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി ബോട്ടിൽ കിട്ടിയപ്പോൾ തന്നെ അകപ്പാടെ ഒറ്റ മൈൻഡ്. ആൻഡ് ദാറ്റ് മൈൻഡ് ഈസ് അതിൻ്റെ ഉള്ളിൽ പൂ ഇറക്കി വയ്ക്കുക, ഒരു പൂക്കൊട്ട പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുക. വെച്ചുകൊടുത്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളത് കഴിഞ്ഞു. പക്ഷേ അത് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വെച്ചുകൊടുത്തപ്പോഴാണ് ഗൈസ് ശരിക്കും പൊളിയായത്. അതെന്താ അങ്ങനെ ഒരു ഗ്യാപ്പ് എന്നല്ലേ, നമ്മുടെ ഷെൽഫിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു വാൾ ഡെക്കർ ഉണ്ട്, അതും കാർഡ്ബോർഡിൻ്റെ ആണ്. അതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് നീക്കി വയ്ക്കാൻ പറ്റില്ല, ആ ഗ്യാപ്പിൽ വെച്ചത്. പിന്നെ ഈ ഒരു പൂക്കൊട്ട ആ സംഭവം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്തതാണ്. അതും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. എൻ്റെ അടുത്ത് കുറേ മിനി നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ എന്തോ ഒരു സംഭവം ഒരു പെട്ടിയിലാക്കി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ഞാൻ കുറച്ച് പൂവൊക്കെ വെച്ചെടുത്ത് സെറ്റാക്കി എടുത്തു ഗൈസ്. ഇവിടെ നല്ല പണി കിട്ടിയത്, ഇവിടെയാണ് പണി കിട്ടിയത്. ഈ കുപ്പി ഉണ്ടല്ലോ, അങ്ങോട്ട് ചാടന്നെ. അങ്ങനെ നമ്മൾ ചാട്ടം നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. പിന്നെ കുറേ ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പം തന്നെ പഫൊക്കെ എടുത്ത് കഴിച്ച് നമ്മൾ നേരെ നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോയി. ആൻഡ് ദാറ്റ് നെക്സ്റ്റ് പരിപാടി ഈസിൽ സ്റ്റാൻഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ടൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ എൻ്റെ ഡെസ്കിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് ഈസിൽ സ്റ്റാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതന്നെ എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ യൂട്യൂബിലും ഇൻട്രസ്റ്റിലൊക്കെ നോക്കിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പേടിച്ച് നേരം വെച്ച് നോക്കിയപ്പോൾ അത് നിന്നു ഗൈസ്. എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. അത് ഞാൻ ഏറ്റവും കോർണറിലായിട്ടാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അവിടെ എന്തായാലും കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തോട്ട് വരാം. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, കുറേ പെട്ടികളുണ്ട്, അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് അന്ന് ഒട്ടിച്ച പോലെ ലീഫാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഡെസ്ക് ഡെക്കറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സെൻറ്ററിലുള്ളത് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല, അതിലെന്തെങ്കിലുമൊക്കെ വെക്കണം. അപ്പോഴാണ് ഗായ്സ് അവിടെ ഒരു ഗ്യാപ്പ്. അപ്പം അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ആ ഉണ്ടാക്കണേ മുമ്പ് ഞാൻ എൻ്റെ അടുത്തുള്ള ഇതൊരു ഫ്ലവർ ഞാൻ ഒരു സെൻറ്ററത്തെ ഷെൽഫിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹാങ്ങിങ് ഷെൽഫാണ്. സക്സസ്ഫുള്ളി നമ്മൾ ഹാങ്ങിങ് ഷെൽഫ് ഉണ്ടാക്കി. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 വലിയ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്തു ഗൈസ്. പക്ഷേ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. അതെന്താ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലായിക്കോളും.
അപ്പോൾ നമുക്കിനി ആ ഹാങ്ങിങ് ഷെൽഫിൽ വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ക്രോഷറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് യാൺ എന്ന് പറഞ്ഞിട്ടൊരു ത്രെഡാണ് യൂസ് ചെയ്യുക. അപ്പം ആ യാണിൻ്റെ ആ ഒരു റിങ്ങാണ് അത്. ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ ലീഫ് പോലൊരു സംഭവം നമ്മൾ മാർക്കർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടൈം എടുത്ത് ചെയ്തത് പരിപാടിയാണ് ഇത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ട് തന്നെ ഈ ഒരു റിങ്ങിൽ വെക്കാമെന്നായിരുന്നു. പക്ഷെ അത് വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് ആ റിങ്ങിൻ്റെ ചുറ്റും ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ നമ്മുടെ ലീഫ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ല ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന്. അതെന്താ വെച്ചാൽ ഞാൻ ഹാങ്ങിങ് ഷെൽഫ് ഉണ്ടാക്കിയ സമയത്ത് ആ ഒരു ഷെൽഫ് ഇങ്ങനെ തൂങ്ങി വരുമായിരുന്നു. അപ്പം അത് തൂങ്ങാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ബാലൻസ് ചെയ്തതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കും അതിൻ്റെ കൂടെ തൂങ്ങാൻ തുടങ്ങി. ആ ഒരു ഹാങ്ങിങ് ഷെൽഫിന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമതായിട്ടൊരു സാധനം ഉണ്ടാക്കാം. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷെൽഫ് പൊട്ടി വന്നു. അത്ഭുതം തന്നെ. നെക്സ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഷംസാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു നെയിം ബോർഡ് പോലത്തെ ഒരു സംഭവം. ആദ്യം ഞാൻ വലിയ ബ്ലാങ്ക് ആയിട്ടാണ് വെച്ച് കൊടുത്തത്. പക്ഷെ 2 ഐസ്ക്രീം സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ല ബോറ്. അപ്പം ഞാൻ അതൊന്ന് കളറൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് അതും വെച്ച് കൊടുത്തു. ആദ്യമൊന്ന് പറഞ്ഞു തന്നു, അതൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഒന്നും കൂടി പറഞ്ഞു തന്നു. അതുണ്ടല്ലോ, ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയാണുള്ളത്. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം ഒന്ന് ഫിറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഈസ് ദിസ് വൺ. ആൻഡ് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് പിക്സൊക്കെ കൊടുക്കാം. എനിക്കെന്തായാലും നല്ലപോലെ ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. നെക്സ്റ്റ് എന്ത് ക്രാഫ്റ്റ് ഇടണമെന്നും കൂടി കമൻറ്റ് ചെയ്തോളി.